ഞാൻ വളരെ വേഗം ഒന്ന് ബി ജെ പി പ്രതിനിധിയിലേക്ക് പോയി ഇടവേളയ്ക്ക് പോകാം. പി എസ് ശിവശങ്കർ ആദ്യഘട്ടത്തിൽ ഒന്ന് ചുരുക്കി പറഞ്ഞ് ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഉണ്ടയില്ല വെടിയാണെന്ന് ബി ജെ പി പറയുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഇടതുപക്ഷ നിരീക്ഷകനും അങ്ങനെ ഒരു അഭിപ്രായമാണുള്ളത്. പൂരം കലക്കിയതും ഇതുമായി തമ്മിൽ ബന്ധമില്ല. പൂരം കലക്കിയത് അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. പക്ഷേ ADGPയുടെ സന്ദർശനത്തെ ചൊല്ലി CPM-ൽ LDF-ൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. നിങ്ങൾ കുഴിച്ച കുഴിയിൽ ഇടതുപക്ഷം വീണോ PR ശിവശങ്കർ? ഇന്നിപ്പോൾ എന്നോട് നിഷ്കളങ്കമായ എന്തെങ്കിലും ചോദ്യങ്ങൾ അരുൺ ചോദിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്ര നിഷ്കളങ്കമൊന്നും അല്ലാത്ത ചോദ്യങ്ങളാണ് ആദ്യമേ തൊട്ട് ചോദിച്ചത്. അത് ജ്യോതിയോട് മാത്രമേ ചോദിക്കുള്ളായിരിക്കും എന്നുള്ള വാശി ഏതായാലും അങ്ങേക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഇപ്പോൾ ഇതാ ജ്യോതി പറയുന്ന അടുത്ത കാര്യം നോക്കൂ. അനൗദ്യോഗികമായ സന്ദർശനത്തിന് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാം എന്നുവരെ പുതിയ ഒരു താത്വികമായ അവലോകനം ജ്യോതി നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെയാണോ പുതിയത് വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ DGP-മാരല്ല, ചീഫ് സെക്രട്ടറിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും അതിനെ എനിക്കറിയാമല്ലോ. കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും, ഞാൻ കാലഘട്ടവും ആളും പേരും ഒക്കെ പറയട്ടോ സമയമുണ്ടെങ്കിൽ, 2005 അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആനന്ദ ബോസ്, അദ്ദേഹം ഗ്ലോബൽ എക്കണോമിക് മീറ്റിൽ പങ്കെടുത്തത് എങ്ങനെയാണ് എന്ന് ജ്യോതികുമാർ ഒന്ന് അന്വേഷിക്കണം. അന്ന് ആ സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് മീറ്റ് ചെയ്തത്, ആരുടെ വാഹനത്തിലാണ് അദ്ദേഹം പോയതെന്ന് അദ്ദേഹം അന്വേഷിക്കണം. ഞങ്ങൾ പറയാം. പിന്നെ CP നായർ, അദ്ദേഹം ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എത്ര സംഘപരിവാർ സംഘടനകളുടെ ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു, ഞാനിതൊക്കെ പേര് പറയണം. അന്നൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ തന്നെ KC ജോസഫ്, അദ്ദേഹം പങ്കെടുത്തിട്ടില്ലേ? VD സതീശൻ പങ്കെടുത്തിട്ടില്ലേ? VS അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടില്ലേ? ഞാൻ CPM-കാരുടെ പേരും പിന്നെ പറയട്ടോ, ബാക്കിയുള്ളത് പറയാം. അപ്പോൾ കോൺഗ്രസ്സുകാരും ധാരാളമായി ഇത്തരം മീറ്റിങ്ങുകളിലും രഹസ്യയോഗങ്ങളിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അജിത് കുമാർ കാണുമ്പോൾ മാത്രം അതൊരു പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാകും. അത് ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അതൊരിക്കലും VD സതീശനോ ജ്യോതിക്കോ പാവം നിഷ്കളങ്കമായി മനസ്സിലാകുന്നില്ല. അടുത്തത്, ഞങ്ങളെന്തിനാ കുറ്റം പറയുന്നത്? ഇപ്പോൾ അരുൺ ചോദിച്ച ഇതിൻ്റെ ചോദ്യം, ഈ രാഷ്ട്രീയ വഞ്ചന സത്യത്തിൽ ചെയ്യുന്നത് കോൺഗ്രസ് അല്ലേ? നിങ്ങൾക്ക് CPM-നോടും പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറോടും വളരെ ദേഷ്യമുണ്ട്. ഇത്തരത്തിൽ RSS ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയോട് പറയുക സഖ്യത്തിൽ പാടില്ല എന്ന്. നിങ്ങൾ തന്നെ വിജയിപ്പിക്കുകയും നിങ്ങൾ അവരുടെ വോട്ട് മേടിച്ച് വിജയിക്കുകയും ചെയ്ത പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും രഹസ്യമായല്ല പരസ്യമായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ ധാരണയുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇത്തരത്തിൽ രാഷ്ട്രീയ വഞ്ചന എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കടന്ന് ഇങ്ങനെ ഈ പറയുന്ന ചില ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടയില്ല വെടിവെക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ AICC കമ്മിറ്റിയിൽ വാതിൽ തുറക്കാൻ വരുന്ന CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോട് പറയാൻ പാടില്ല, ഇനി മേലെ ഇവിടെ കണ്ടുപോരുത്, ഇറങ്ങിപ്പോ, കടക്ക് പുറത്തുനിന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ രാഹുൽ പറയട്ടെ കടക്ക് പുറത്തുനിന്ന്. ഇത്രയും പോരെ, പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആകാം, ഇവിടെ അജിത് കുമാറിനെ വിടാൻ പാടില്ല. അരുണെ ഒന്ന് ആലോചിച്ച് നോക്കൂ. BJP-ക്കോ RSS-നോ ഇവർ പറയുന്നത് പോലെ ഒരു തർക്കത്തിന് ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നുള്ള ധാരണ ഉണ്ടെന്ന് വിചാരിക്കും. അതിന് ഇവർ തന്നെ പറയുന്നതല്ല, CPM-ഉം BJP-യുമായിട്ടുള്ള ബന്ധം ഗഡ്കരി വഴിയാണ്, അദ്ദേഹം അവിടെ ഊണ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ പിന്നെ BJP-ക്ക് എന്തിനാ ദത്താജി വന്നിട്ട് ഇങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്? ഡയറക്റ്റ്ലി ഞങ്ങളുടെ മന്ത്രി, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ, ഞങ്ങളുടെ ഒരു രണ്ടാമനോ മൂന്നാമനൊക്കെ ആയ മന്ത്രി തന്നെ, അദ്ദേഹം നേരിട്ട് പിണറായി വിജയനായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഗഡ്കരിയും അജിത് കുമാറും വേണോ? കുറച്ച് ദിവസം മനോഹരമായ പ്ലേസ്മെന്റുകളാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ 3 ആർഗ്യുമെന്റും. ഒന്ന്, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ UDF-ന്റെ സർക്കാരിന്റെ കാലത്ത് ചീഫ് സെക്രട്ടറിയും ഒപ്പം DGP-യുമൊക്കെ ആയിരുന്നവർ എങ്ങനെയാണ് BJP ഫോറങ്ങളിലെയും RSS നേതാക്കളുമായും ബന്ധപ്പെട്ടത് എന്നുള്ള മനോഹരമായ ചോദ്യം. അത് ജ്യോതികുമാറിനെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. ജ്യോതികുമാർ അതിന് മറുപടി പറഞ്ഞ മതി. ആ ചോദ്യത്തിൽ അത് ജ്യോതികുമാറിനും UDF-നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. രണ്ടാമത്തേത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. അതിനൊരു ADGP ആവശ്യമുണ്ടോ? അതിനാവശ്യമുള്ളത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഗഡ്കരിയോട് പറഞ്ഞ പോലെ തമ്മിൽ അടുത്ത ബന്ധമല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. PR, ഞാൻ തിരിച്ചു വരാം. എനിക്കൊരു